എനിക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പുതിയ ചികിത്സകൾ അറ്റ്ലീസ്റ്റ് നമ്മളെ ആകർഷിക്കുന്ന രീതിയിലുള്ള സെൻസേഷനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് രീതികൾ ഒബീസിറ്റി അല്ലെങ്കിൽ അമിത വണ്ണത്തിലാണ് വന്നേക്കുന്നത്. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ മാസികയിലൊക്കെ വായിച്ചിട്ടുണ്ടാവും ഒസെംപിക് എന്ന് പറഞ്ഞ ഒരു ഇഞ്ചക്ഷൻ. അപ്പം ഈ ഒരു ഇഞ്ചക്ഷൻ മാത്രമല്ല, അതിൻ്റെ കുറച്ചും കൂടെ കൂടിയ ഡോസ്, ഒസെംപിക് എന്ന് പറയുന്നത് സെമഗ്ലൂട്ടൈഡ് എന്ന് പറഞ്ഞ ഒരു ഇഞ്ചക്ഷനാണ്. അതിൻ്റെ കുറച്ചും കൂടെ ഹയർ ഡോസിന് വീഗോവി എന്ന് പറഞ്ഞ ഒരു ഇഞ്ചക്ഷൻ ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടാണ്ട് ടിർസിപ്പറ്റൈഡ് എന്ന് പറഞ്ഞിട്ട് മൂഞ്ചാറോ എന്ന് പറഞ്ഞൊരു മരുന്ന് ഇപ്പം ലോകത്തിലേക്ക് വന്നു. അപ്പോൾ ഇതെല്ലാം ഒരു പക്ഷേ ഈ മരുന്നുകളൊന്നും ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും നമുക്കിപ്പം പുറത്തുനിന്ന് വന്ന പേഷ്യൻസ് ഇത് കൊണ്ടുവരികയും പിന്നെ ഇവിടെ തന്നെ ഇതിൻ്റെ ഒരു ഓറൽ ഫോർമുലേഷനുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ ഇടയിൽ ലഭ്യമാണ്. അപ്പം ഈ അമിതവണ്ണത്തിനുള്ള ഒരു ചികിത്സയായിട്ടാണ്, ഈവൻ ദോ ഇത് ഒരു ഡയബറ്റീസ് മരുന്നാണെങ്കിൽ തന്നെ അമിതവണ്ണത്തിനുള്ള ഒരു ചികിത്സയായിട്ടാണ് ഇതെല്ലാം പ്രസൻറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ബേരിയാട്രിക് സർജറി അഥവാ ഈ വണ്ണം കുറയ്ക്കുന്ന ശസ്ത്രക്രിയനെ കുറിച്ച് ഒരു നമുക്ക് തന്നെ ഒന്ന് വിലയിരുത്തേണ്ട ഒരു സമയമായിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇത് ഡിസ്കസ് ചെയ്യാനായിട്ട് എന്നോടൊപ്പം എൻ്റെ കൊളീഗും വളരെ അടുത്ത സുഹൃത്തും നമ്മുടെ സിൽവർ ലൈൻ ഹോസ്പിറ്റലിലെ ബേരിയാട്രിക് സർജൻ ഡോക്ടർ വിവേക്, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഡോക്ടർ വിവേക്, ഞാനിപ്പം പറയുന്നുണ്ടായി, ഇപ്പം കുറേ മരുന്നുകൾ ഒബീസിറ്റി ട്രീറ്റ്മെൻറ്റിന് ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ പേഷ്യൻസ് കൺഫ്യൂസ്ഡ് ആണ്. ഞാൻ ഈ മരുന്നുകൾ എത്ര നാൾ എടുത്താലാണ് എനിക്ക് ഇതിന് ഈ ഒരു ഒബീസിറ്റി ഇത് കുറഞ്ഞു കിട്ടുക, എത്ര കുറഞ്ഞു കിട്ടും, ഇത് എത്ര നാൾ എടുക്കേണ്ടി വരും, എനിക്ക് ഇനി സർജറിയുടെ ആവശ്യമുണ്ടോ, സർജറി ഇപ്പോൾ ഇതൊക്കെ ഉള്ളപ്പോൾ ഞാൻ എന്തിനാ സർജറി ചെയ്യണം. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഡോക്ടർ വിവേകിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? ഇപ്പോൾ ഒരുപാട് ചികിത്സാ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ എന്നാൽ അതിലെല്ലാം ഒരു പരിമിതി ഉണ്ട്. ഒരു വളരെ അമിതമായ വണ്ണമുള്ളവർക്ക് ഇതുകൊണ്ട് കിട്ടുന്ന പ്രയോജനം വളരെ ലിമിറ്റഡ് ആണ്. അതും തുടർച്ചയായിട്ടുള്ള ചികിത്സ എടുത്തുകൊണ്ടിരിക്കുകയും വേണം. കുറച്ചുകൂടി ശാശ്വതമായ പരിഹാരം അല്ലെങ്കിൽ കുറച്ച് ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള റിസൾട്ട്സ്. ഈ മരുന്നുകൾ പലപ്പോഴും വീക്ക്ലി ഇഞ്ചെക്ഷൻസ് ആയിരിക്കും. ആൻഡ് ഈ ഇഞ്ചെക്ഷൻസിന് ഇത് ആക്ട് ചെയ്യുന്നത് തന്നെ ഒരു ചെറിയ ഓക്കാനവും ഇതൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അത് വിശപ്പ് കുറയ്ക്കുക. അപ്പം എല്ലാവരും ഇത് ടോളറേറ്റ് ചെയ്യണമെന്നില്ല, ഒന്ന്. രണ്ട്, ഇതിൽ നിന്ന് കിട്ടുന്ന വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് 5 to 8% ഓഫ് ദ ബോഡി വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 130-140 കിലോ ഉള്ള ഒരു വ്യക്തിക്ക് ഒരു 5 or 6 or 10 kilos ആണ് കുറയുക. ആൻഡ് ഇതിൻ്റെ കോസ്റ്റ് പലപ്പോഴും ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ച എടുക്കുമ്പോൾ അത് ഏകദേശം 2,500 rupees വരും എന്ന് പറഞ്ഞാൽ ഒരു മാസത്തേക്ക് ഏകദേശം ഒരു 10,000 rupees വരും. അപ്പം ഇങ്ങനെ ഒരു അത് അപ്പോൾ ഡോക്ടർ വിവേക് ഇപ്പോൾ പറയുണ്ടായി ദാറ്റ് കുറേ പേർക്ക് ഇത് എത്ര നാൾ എടുക്കണമെന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ അവരും പലപ്പോഴും ഫ്രസ്ട്രേറ്റഡ് ആവും, അയ്യോ എത്ര നാൾ എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ ഐ അഗ്രി വിവേക്. അത് അപ്പം ഇങ്ങനെ വരുമ്പം തീർച്ചയായിട്ടും നമുക്കിപ്പം കുറേയും കൂടെ പെർമനന്റ് ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ വിവേക് സജസ്റ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. തീർച്ചയായിട്ടും. അത് കൂടാതെ ഈ ഒബീസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇൽനസ്, നേരത്തെ പറഞ്ഞത് പ്രമേഹം, ഹൃദ്രോഗം, സ്ലീപ്പ് അപ്നിയ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിനൊക്കെ കുറച്ചുകൂടി നല്ല ബെറ്റർ റിസൾട്ട്സ് കിട്ടുന്നത് ബാരിയട്രിക് സർജറിയിലാണ്. മെഡിസിൻസ് കൊണ്ട് ഒരു പരിധി വരെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ സർജറിയാണ് അതിൻ്റെ ഏറ്റവും ഉത്തമമായ മാർഗം. അത് തന്നെ നമ്മൾ BMI ക്രൈറ്റീരിയ എന്നുള്ള ക്രൈറ്റീരിയ കൂടെ നോക്കാറുണ്ട്. എല്ലാ പേഷ്യൻസിനും എല്ലാം അമിതവണ്ണമുള്ളവർക്കും ഇതിൻ്റെ ആവശ്യമില്ല, സർജറിയുടെ ആവശ്യമില്ല. BMI 40 ആണ് നമ്മൾ കട്ട് ഓഫ് ആയിട്ട്. BMI ബോഡി മാസ് ഇൻഡെക്സ്, അതൊരു വെയിറ്റും ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ ആണ്. അതിൽ 40-ന് മുകളിലുള്ളവർക്ക് തീർച്ചയായും
ബാഡ് സർജറിയാണ് ഏറ്റവും Absolutely indicated. അബ്സല്യൂട്ട്ലി ഇൻഡിക്കേറ്റഡ്. അതിന് അവർ അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ ഈ മെഡിസിൻ കൊടുക്കുന്നതുകൊണ്ട് കാര്യമായ ബെനിഫിറ്റ് ഒന്നും കാണാറില്ല. കിട്ടാറില്ല. പിന്നെ ഈവൻ ഭീമൻ 35 മേളിലുള്ളവർക്കും ചിലപ്പോൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട് ഇങ്ങനെ പ്രമേഹവും അതുപോലുള്ള ഒബിസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക് ഈ 35 മേലുള്ള ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും I നല്ലത്. think വിവേക് വളരെ നന്നായിട്ട് വിവേക് അത് അവതരിപ്പിച്ചു. ദാറ്റ് 40ന്റെ മുകളിൽ BMI ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ആനയുടെ വായിൽ അമ്പഴങ്ങ പോകുന്ന പോലെ ആയിരിക്കും ഈ ഒരു വെയിറ്റ് ലോസ്. ഒരു ഈവൻ നമുക്ക് നോട്ടീസ് ചെയ്യാനും പോലും പറ്റില്ല. കാരണം ഒരു സൈഡിൽ വളരെയധികം ചെലവുകളും വളരെയധികം സങ്കീർണതകളും ഒക്കെ അനുഭവിച്ചിട്ടായിരിക്കും ഇവരിത് എടുക്കുന്നത്. സോ തീർച്ചയായിട്ടും അങ്ങനെയുള്ള പേഷ്യൻസ് സർജറിയാണ് ഏറ്റവും മികച്ച ഓപ്ഷൻ. അതിൽ യാതൊരു സംശയമില്ല. ലോങ് ലാസ്റ്റിംഗുമാണ്. പേഷ്യൻസ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഒരു നോർമൽ, ആൾമോസ്റ്റ് ഒരു നിയർ നോർമൽ പ്രതീക്ഷിക്കാവുന്ന ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതിന് മെഡിസിൻ കൊണ്ട് ഒരിക്കലും നമുക്കത് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഈ മെഡിസിൻ കൊണ്ട് ഇപ്പോഴും കിട്ടുന്ന BMI 30, 30, 27 ആ റേഞ്ചിലൊക്കെ ഉള്ളവർക്ക് ഇതൊക്കെ പരീക്ഷിക്കാം. ഇപ്പൊ വിവേക് പറയുന്നത് ഗ്രേഡ് 1 ഒബീസിറ്റി അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ടു ഗ്രേഡ് 1 ഒബീസിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ബോർഡർ ലൈൻ റേഞ്ചിലുള്ളവർക്കൊക്കെ ഇത് പിന്നെ നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. അങ്ങനെയുള്ളവർക്ക് സർജറി നമ്മൾ സാധാരണ റെക്കമെൻഡ് ചെയ്യാറില്ല. സർജറി റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു BMI 35 മുതലുള്ളവർക്കാണ്. ഡോക്ടർ വിവേക്, ഇപ്പോൾ നമ്മൾ ഈ സർജറി മേഖലയിൽ ഏതൊരു സർജറി ആവട്ടെ നമ്മൾ എന്താ കണ്ടു തന്നെ എല്ലാം സിംപിളർ, സേഫർ ആൻഡ് മോർ എഫക്റ്റീവ് സർജറീസ് ആണല്ലോ ഇപ്പം നമ്മൾ പൊതുവെ അതിലേക്കാണല്ലോ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ, ഈ ഒരു കാഴ്ചപ്പാടിൽ ഡോക്ടർ വിവേകിന് ബേറിയാട്രിക് സർജറിനെ കുറിച്ച് എന്തൊക്കെയാണ് ടൈപ്സ്, എങ്ങനെയൊക്കെയാണ് ഈ സർജറീസ് ഇവോൾവ് ചെയ്തേക്കണേ, എങ്ങനെയൊക്കെയാണ് ഇത് സേഫർ ആയിക്കണേ, എങ്ങനെയൊക്കെയാണ് ഇത് മോർ എഫക്റ്റീവ് ആയിക്കണേ എന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായിട്ടും എല്ലാ സർജറി മേഖലയിലുള്ളതുപോലെ ബാരിയാട്രിക് സർജറിയും ഓവർ ദി പാസ്റ്റ് സെവറൽ ഇയേഴ്സ് ഒരു കുറച്ച് സിമ്പിളർ ആയിട്ടുണ്ട്, സേഫർ ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ലാപ്രോസ്കോപ്പിക്കലാണ് എല്ലാം ചെയ്തത്. അതുകൊണ്ട് പേഷ്യൻ്റ് അതുകൊണ്ട് പണ്ട് നമ്മൾ തുറന്നാ ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷെ അത് വളരെ ഹീലിംഗും വളരെ കോംപ്ലക്സ് ബ്ലഡ് ലോസും ടിഷ്യൂ ലോസും റിസ്ക്കും കൂടുതലായിരുന്നു. ഇപ്പോൾ ലാപ്രോസ്കോപ്പി വഴിയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പം വളരെ കുറച്ചുകൂടി സിംപ്ലിഫൈ ആയിട്ടാണ് റിസൾട്ട്സും അത് പേഷ്യൻ്റ് വളരെ മെച്ചപ്പെട്ട റിസൾട്ട്സാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ 2 കാറ്റഗറിയാണ് നമ്മൾ ബ്രോഡായിട്ട് ഈ ബാരിയാട്രിക് സർജറി നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് റെസ്ട്രിക്റ്റീവ് പ്രൊസീജിയർ എന്ന് പറയും. റെസ്ട്രിക്റ്റീവ് എന്ന് പറയുമ്പോൾ ആമാശയത്തിന്റെ വലിപ്പം ചുരുക്കുന്നതിലൂടെ പേഷ്യന്റെ ഇൻടേക്ക് കുറയ്ക്കുക എന്നുള്ളതാണ് മെയിൻ. അതാണ് റെസ്ട്രിക്ഷൻ. മറ്റേത് കാറ്റഗറി മാലബ്സോർപ്റ്റീവ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നതാണ്. അതിന് നമ്മൾ ബൈപ്പാസ് ചെയ്യുന്നു. ഈ സ്റ്റൊമക്കിനെ ബൈപ്പാസ് ചെയ്ത് ഈ ഇൻഡസ്റ്റൈൻ ചെറുകുടലിലേക്ക് നമ്മൾ ഫുഡിന്റെ അബ്സോർപ്ഷൻ ബൈപ്പാസ് ചെയ്യുന്നു, നേരെ ഇലിയത്തിലേക്ക് പോകുന്നു. അപ്പോൾ കലോറി നമ്മുടെ ശരീരത്തിന് ഈ കലോറി അബ്സോർപ്ഷൻ നമ്മൾ കുറയ്ക്കുന്നു. ഇത് 2 മെയിൻ പ്രൊസീജിയറാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇത് രണ്ടിനും വളരെ നല്ല റിസൾട്ട്സ് ആണ്. ഈ റെസ്ട്രിക്റ്റീവ് പ്രൊസീജിയറിൽ ഇപ്പം ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത് സ്ലീവ് ഗാസ്ട്രക്ടമി എന്നുള്ള പ്രൊസീജിയറാണ്. അത് വളരെ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറാണ്. അത് നമ്മൾ ചെയ്യുന്നത് ഈ സ്റ്റൊമക്കിൻ്റെ വലിപ്പം സ്റ്റേപ്ലേഴ്സ് ഉപയോഗിച്ച് 1/4 ആയിട്ട് ചുരുക്കുക എന്നുള്ളതാണ്. സ്റ്റൊമക്ക് ഒരു ഏതാണ്ട് 1 ലിറ്ററോളം വലിപ്പമുള്ളൊരു അവയവമാണ്. അത് നമ്മൾ ഈ സർജറി കഴിയുമ്പോൾ അതൊരു നിയർലി 250 ml വലിപ്പമുള്ള ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചറായിട്ട് മാറുന്നുണ്ട്. അതാണ് സ്ലീവ് ഗാസ്ട്രക്ടമി. സ്ലീവിന്റെ ഒരു ബാഗ് ലൈക്ക് സ്ട്രക്ചർ നമ്മൾ സ്ലീവ് ലൈക്ക് സ്ട്രക്ചറായിട്ട് ട്യൂബ് പോലെ ആവുന്നു. ഇതുകൊണ്ടുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ പേഷ്യന്റിന് ഭക്ഷണത്തിന്റെ അളവ് ഓട്ടോമാറ്റിക്കലി റെസ്ട്രിക്റ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഈ ആപ്പിറ്റൈറ്റും അതനുസരിച്ച് കുറയുന്നുണ്ട്. അപ്പോൾ പേഷ്യന്റ് ഫുഡിനോടുള്ള ക്രേവിങ്ങും അതിനുള്ള ഒരു ആർത്തിയും എല്ലാം വളരെയധികം കുറയുന്നുണ്ട്. അതിന്റെ കാരണം ഈ നമ്മൾ റിമൂവ് ചെയ്യുന്ന സ്റ്റൊമക്കിന്റെ പാർട്ടിൽ ഈ ഹങ്കർ ഹോർമോൺ ഉണ്ടാക്കുന്ന ഒരു പോർഷൻ ഉണ്ട്, ഫണ്ടസ് എന്ന് പറയും. ആ പോകുന്നതുകൊണ്ട് പേഷ്യൻ്റെ ആപ്പിറ്റൈറ്റും കുറവായിരിക്കും. അതുകൊണ്ട് പേഷ്യൻ്റെ അത് ഈ ക്വാളിറ്റി ഓഫ് ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. സാധാരണ നമ്മളൊരു ഡയറ്റ് ചെയ്യാൻ പറയുമ്പോൾ പേഷ്യൻ്റെ ആപ്പിറ്റൈറ്റ് കൂടുതലും അത് പേഷ്യൻ്റ് അതൊരു ബുദ്ധിമുട്ടായിട്ട് ഡിസ്ട്രെസ് ഇല്ല. കാരണം ആപ്പിറ്റൈറ്റ് തന്നെ കഴിക്കണം എന്നുള്ളൊരു ക്രേവിംഗ് തന്നെ വളരെ കുറയും. അപ്പോൾ അതനുസരിച്ചുള്ള ആവശ്യത്തിനുള്ള ഭക്ഷണം മാത്രം കഴിക്കുക, അതിനനുസരിച്ച് വെയിറ്റ് കുറയുകയും. പിന്നെ മാലബ്സോർപ്ഷൻ ഇല്ല. സെക്കൻഡ് കാറ്റഗറിയാണ് മാലബ്സോർപ്ഷൻ. അതല്ല, സ്ലീവിന് അങ്ങനെ മാലബ്സോർപ്ഷൻ ഉണ്ടാവില്ല. സ്ലീവിനാണ് നമ്മൾ ഈ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ബൈപ്പാസ് ചെയ്യുന്നില്ല, സ്റ്റൊമക്കിന്റെ നേരെ ഇൻഡസ്റ്റൈനിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് കുറവാണെങ്കിൽ കുറവായിട്ടുള്ള അളവിലാണെങ്കിൽ തന്നെ എല്ലാം അബ്സോർബ് ചെയ്യുന്നു. ഞാൻ പലപ്പോഴും നമ്മൾ പേഷ്യൻസിന് കൗൺസിൽ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് ദൈവം തന്നേക്കണ അനാറ്റമിന്ന് നമ്മൾ മാറ്റുന്നില്ല, നമ്മൾ വയറിനെ ചുരുക്കുന്നു മാത്രമേ ഉള്ളൂ. നമ്മൾ നോർമൽ അനാറ്റമി അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പേഷ്യന്റ് ഈ ലൈഫ് ലോങ് ഈ സപ്ലിമെന്റ്സ്, ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് ആവശ്യം വരുന്നില്ല. കുറച്ച് ഒരു ടെമ്പററി പീരീഡിലേക്ക് മാത്രം, സർജറി കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് വേണ്ടി വരും. എന്നാൽ മാലബ്സോർപ്റ്റീവ് പ്രൊസീജിയർ പറയുമ്പോൾ നമ്മൾ സ്റ്റൊമക്കിനെ
അതിൻ്റെ റൂട്ട് തന്നെ മാറ്റി വിടുകയാണ് ചെയ്യുന്നത്. സ്റ്റൊമക്കിലോട്ട് ഇൻഡസ്റ്റൈനെ അനസ്റ്റമോസ്. അപ്പോൾ അതിന് ആക്ച്വലി അനാറ്റമി ഓൾട്ടറിങ് ദൈവം തന്നേക്കണേന്ന് നമ്മൾ കുറച്ച് മാറ്റുവാണ്. അത് പക്ഷേ ഒരു ലിമിറ്റ് എല്ലാവർക്കും അത് ഓഫർ ചെയ്യാറില്ല. വളരെ ചുരുക്കം പേഷ്യൻ, വളരെ സിവിയർ ഒബിസിറ്റി ഉള്ളവർക്കും വളരെ ഹൈ ഡയബറ്റീസ് അങ്ങനെയുള്ളവർക്കൊക്കെ മാത്രമേ, ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ആൾക്കാർക്ക് മാത്രമേ. അത് മാത്രമല്ല വിവേക്, ഞാനൊന്ന് ആഡ് ചെയ്തോട്ടെ, എന്നെ ഇത് എത്രത്തോളം ശരിയാണെന്ന് വിവേക് ഒന്ന് പറഞ്ഞുതരൂ. ഈ പലപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുക ആദ്യം സ്ലീവ് ഗാസ്ട്രെക്ടമി ഓഫർ ചെയ്യുക, പിന്നെ ഇനി അഥവാ വെയിറ്റ് റീഗെയിൻ വരുവാണെങ്കിൽ, പക്ഷെ പലപ്പോഴും അത് വേണ്ടി വരില്ല. ബിക്കോസ് ഇപ്പോഴത്തെ നമ്മളിപ്പം പെർഫെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് ഈ വെയിറ്റ് റീഗെയിൻ വരാണ്ട് നോക്കാനുള്ള ഒരു ഇതും കൂടിയാണല്ലോ. അപ്പം ഇനി അഥവാ ഈ വെർട്ടിക്കൽ സ്ലീവ് ഗാസ്ട്രെക്ടമിയിൽ വെയിറ്റ് റീഗെയിൻ വരുവാണെങ്കിൽ നമ്മളിതൊരു മിനി ഗ്യാസ്ട്രിക് ബൈപ്പാസ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടാണോ നമ്മൾ വെച്ചിരിക്കുന്നത്? അങ്ങനെയുള്ളവർക്ക് ഈ റിവിഷൻ സർജറി, ബാരിയട്രിക് സർജറി എന്ന് പറയും, അത് രണ്ടാമത് ചെയ്യേണ്ടി വരുന്ന പേഷ്യൻസിന് അതും അവർക്കും ഇതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. അപ്പോൾ എപ്പോഴും ഒരു സ്റ്റേജ് ആദ്യം സ്ലീവ് ഗാസ്ട്രെക്ടമി, ബിക്കോസ് അത് വളരെ സിമ്പിൾ ഒരു പ്രൊസീജിയറാണ്. ഇനി ഒരു പക്ഷേ നമ്മളൊരു 10 പേഷ്യന്റ് ഇത് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ 1-2 പേർക്ക് ഒരു വെയിറ്റ് റീഗെയിൻ വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ നമുക്കിത് ഒരു ഓപ്ഷൻ ഉണ്ട്. സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് അങ്ങനെ വെക്കാം, അങ്ങനെയുള്ളവർക്ക് വെക്കാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്രോബ്ലം ഉള്ളത് മാൽ ന്യൂട്രീഷൻ, അതായത് നമ്മൾ ആവശ്യമുള്ള ഈ മൾട്ടി വൈറ്റമിൻസ്, വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12, അയൺ, കാൽഷ്യം, ഇങ്ങനത്തെ മിനറൽസ് ഒക്കെ ലൈഫ് ലോങ് സപ്ലിമെന്റ് ആയിട്ട് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ അത് കാരണം ശരീരത്തിന് അബ്സോർബ് ചെയ്യാനുള്ള, നമ്മൾ ഭക്ഷണത്തിൽ കഴിച്ചാൽ പോലും അത് പ്രോപ്പറായിട്ട് അബ്സോർപ്ഷൻ നടക്കില്ല. അതുകൊണ്ട് നമ്മൾ സപ്ലിമെന്റേഷൻ ആയിട്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷേ ചില പേഷ്യൻസിന് ഇത് നമ്മൾ ഒഴിച്ചുകൂടാത്ത സിറ്റുവേഷനിൽ ഇത് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും. അതെ. ആൻഡ് ഇതും എനിക്ക് തോന്നുന്നു നമ്മുടെ ഓഡിയൻസിന് വിവേക് ഒന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരുന്നു. ദാറ്റ് ഈ ഗ്യാസ്ട്രിക് ബൈപ്പാസിൽ ഇപ്പം നമുക്ക് 2 തരം ഗ്യാസ്ട്രിക് ബൈപ്പാസ് ഉണ്ട്. ആദ്യം നമ്മൾ റൂഎൻവൈ ഗ്യാസ്ട്രിക് ബൈപ്പാസ് എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ നമ്മൾ കൂടുതൽ മിനി ഗ്യാസ്ട്രിക് ബൈപ്പാസ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുക. അപ്പം ഈ റൂഎൻവൈ ഗ്യാസ്ട്രിക് ബൈപ്പാസിന് കുറച്ച് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡംപിങ്ങും അതേപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ഇപ്പം ഭക്ഷണം കഴിക്കുമ്പം കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് വേർത്ത് കൊട്ടുക, ഒരു അൺഈസി ഫീലിംഗ് വരിക, പാൽപിറ്റേഷൻ വരിക, ഇതൊക്കെ നമ്മൾ കാണുമായിരുന്നു. പക്ഷേ മിനി ഗ്യാസ്ട്രിക് ബൈപ്പാസിൽ ഒരു പക്ഷേ അത് കാണുമോ, അല്ലെങ്കിൽ ഡംപിങ് ഒക്കെ കുറേയും കൂടെ കുറവാണോ? പണ്ട് ചെയ്തിരുന്നത് ഗ്യാസ്ട്രിക് ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ റൂഎൻ വൈപ്പ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ബൈപ്പാസ് ആയിരുന്നു. അത് ചെയ്യുന്നതിന് സ്റ്റൊമക്ക് വളരെ ചെറിയൊരു പൗച്ചാക്കി മാറ്റിയിട്ട് അതിലോട്ട് രണ്ട് രീതിയിൽ അനസ്റ്റമോസിസ്, 2 അനസ്റ്റമോസിസ് വരും. കുടലും മുറിച്ചിട്ട് കുടലിൽ ഒരു ഭാഗം സ്റ്റൊമക്കിലോട്ട് അനസ്റ്റമോസ് ചെയ്യും, മറ്റേ ഭാഗം കുടലുകൾ തമ്മിൽ അനസ്റ്റമോസ് ചെയ്യും. കുറച്ച് കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയറാണ്. അപ്പോൾ അതിന്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് പേഷ്യന്റ് പൊതുവെ കുറവ്. വെയിറ്റ് ലോസ് നന്നായിട്ട് ഉണ്ടാകും, പക്ഷേ പേഷ്യന്റ് വളരെ ഇതുപോലെ ഡംപിങ് സിൻഡ്രോം എന്ന് പറയുന്നത്, അതായത് പേഷ്യന്റ് പെട്ടെന്ന് ക്ഷീണം, ഭക്ഷണം കഴിച്ച ഉടനെ ഈ ഷുഗർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കണ്ടന്റ് പെട്ടെന്ന് ഇൻഡസ്റ്റൈനിൽ ചെല്ലുന്നതുകൊണ്ടുള്ള പേഷ്യന്റിന് അതിനുള്ള ഡംപിങ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ഉണ്ട്. അതൊക്കെ പേഷ്യന്റ് ഒരു വളരെ ഒരു ജീവിതത്തിന്റെ നിലവാരത്തെ ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ്. ഇപ്പോൾ കുറച്ചുകൂടെ സിമ്പിളർ ആയിട്ടുള്ള പ്രൊസീജിയറാണ് വന്നിരിക്കുന്നത്. അത് എഫക്റ്റീവ്നെസ് സെയിം ആണ്, പക്ഷേ കുറച്ചുകൂടെ പേഷ്യന്റ് ടോളറബിലിറ്റി കുറച്ച് ബെറ്റർ ആണ്. അത് ചെയ്യുന്ന ഒറ്റ അനസ്റ്റമോസിൽ കൂടെ ചുമക്ക് കുറച്ചുകൂടെ വലിയ പൗച്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ കാവിറ്റി കൂടുതലായിരിക്കും. അതിലോട്ട് ഈ ജജിനം എന്ന് പറഞ്ഞൊരു ഇൻഡസ്റ്റൈൻ, അത് കുറച്ച് ചെറുകുടലിൻ്റെ ഒരു ഭാഗം അതിലോട്ട് അനസ്റ്റമോസ് ചെയ്യുന്നത്, തുന്നിച്ചേർക്കുന്നു. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ പേഷ്യന്റ് ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊന്നും വരുന്നുമില്ല. അതേസമയം ആവശ്യത്തിന് വെയിറ്റ് ലോസ് ഉണ്ടാകുന്നുണ്ട്. കുറച്ചുകൂടെ ക്വാളിറ്റി ഓഫ് ലൈഫ് മെച്ചമായിരിക്കും. റിസൾട്ട്സ് ഒക്കെ ഏതാണ്ട് സെയിം തന്നെയാണ്. ഇപ്പോൾ കൂടുതലും പ്രിഫർ ചെയ്യുന്ന മിനി ഗ്യാസ്ട്രിക് ബൈപ്പാസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ സിമ്പിൾ, താരതമ്യേന സിംഗിൾ അനസ്റ്റമോസിസ് എന്നും പറയും. സിംഗിൾ അനസ്റ്റമോസിസ് ബൈപ്പാസ് എന്ന് പറയും. ഒറ്റ അനസ്റ്റമോസിസ് മാത്രമേ വരുന്നുള്ളൂ. അത് കുറച്ചുകൂടെ പേഷ്യന്റിന് കുറച്ചുകൂടെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഡോക്ടർ വിവേക്, പലപ്പോഴും നമ്മൾ പേഷ്യൻസിനെ ഈ ബെറിയാട്രിക് സർജറിനെ കുറിച്ച് കൗൺസിൽ ചെയ്യുമ്പം അവരുടെ ഒരു മനസ്സിലുള്ള ഒരു ചോദ്യം, ഈ ഒരു പ്രൊസീജിയർ എത്ര നാളത്തെ ഒരു പ്രൊസീജിയറാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റ് എന്ന് വന്ന് അഡ്മിറ്റ് ചെയ്യുന്നു, എന്ന് വീട്ടിൽ പോവാം, എന്ന് ജോലി പ്രവേശിക്കാം, എന്ന് അവരുടെ എക്സസൈസ് റെജിമെൻ സ്റ്റാർട്ട് ചെയ്യാം, എന്ന് പഴയ പോലെ പോവാം എന്നൊക്കെ ഉള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇത് ഡോക്ടർ വിവേക് നമുക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? നമ്മൾ ഹോസ്പിറ്റലിൽ ഒരിക്കൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ഒരു ദിവസം കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ്, കാർഡിയക് ഇവാലുവേഷൻ, അങ്ങനെ എല്ലാം. അത് കഴിഞ്ഞിട്ട് സർജറി നമ്മൾ പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ അത് ലാപ്രോസ്കോപ്പിക് ആയിട്ടാണ് ചെയ്യുന്നത്. അന്ന് ഒരു ദിവസം നമ്മൾ ICUവിൽ, സർജിക്കൽ ICUവിൽ പേഷ്യൻ്റ് അഡ്മിറ്റ് ആക്കുന്നതാണ്. അത് നെക്സ്റ്റ് ഡേ നമ്മൾ റൂമിലോട്ട് മാറ്റും. പിന്നെ ഒരു അറൗണ്ട് 3 to 5 ഡേയ്സിനുള്ളിൽ പേഷ്യൻ്റ് നോർമൽ കേസ് ഡിസ്ചാർജ് ചെയ്യാൻ കഴിയും. ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഓറൽ ലിക്വിഡ്സ് ആയിട്ടായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു
ഒരു 6-8 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ പേഷ്യന്റ് മൊബിലൈസ് ചെയ്യും, നടത്തും. അപ്പം ആസ് ഫാസ്റ്റ് ആസ് ദാറ്റ് അത്ര പെട്ടെന്നാണ് ഇപ്പം നമ്മൾ പേഷ്യൻസിനെ പതുക്കെ ഒരു റിക്കവറിയിലേക്ക് എത്തിക്കുന്നത് അല്ലെ. അത് ഇത് നമുക്ക് സാധിക്കുന്നത് ഈ താക്കോൽ ദ്വാര ഈ ലാപ്രോസ്കോപ്പിക് സർജറി കൊണ്ട് തന്നെയാണ്. ആൻഡ് നമ്മൾ മുന്നോട്ട് പോകും തോറും നമ്മൾ ഈ സർജറിയും അതിന്റെ രീതികളൊക്കെ ഇംപ്രൂവൈസ് ചെയ്ത് അല്ലെങ്കിൽ മൈച്ച രീതിയിൽ ഇംപ്രൂവ് ചെയ്ത് വരണോണ്ട് തന്നെയായിരിക്കും ഒരുപക്ഷെ നമുക്ക് ഇത്ര പെട്ടെന്ന് പേഷ്യന്റിനെ നടത്താനും മുറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനും അല്ലെ. പണ്ടത്തുള്ള പോലെ ഓപ്പൺ സർജറി നമുക്ക് ഒരിക്കലും ചിന്തിക്കാനോ പറ്റാത്ത കാര്യമാണ്. അപ്പം മസിലൊന്നും മുറിക്കുന്നില്ല, നമ്മളത് ചെറിയ ഹോൾസ് ഇട്ട് ചെയ്യുന്നത്. പേഷ്യന്റ് പോസ്റ്റ് ഓഫ് പെയിനും റിക്കവറിയും ഒക്കെ വളരെ ഇതിനൊക്കെ നമ്മൾ പുതിയ രീതികൾ എംപ്ലോയ് ചെയ്തിട്ട് അവരുടെ വേദന ഭയങ്കരമായിട്ട് കുറയ്ക്കുകയും റിക്കവറി പെട്ടെന്ന് ഫാസ്റ്റ് ആക്കുകയും. എനിക്ക് തോന്നുന്നു ഈ സർജറി കഴിയുമ്പം എനിക്ക് നാല് ചെറിയ പ്ലാസ്റ്റേഴ്സ് ആണ് ഉണ്ടാവുള്ളൂ. ആൻഡ് പേഷ്യന്റ് ഹോസ്പിറ്റലിൽ നിന്ന് പോകുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു അതെല്ലാം കുറച്ച് ഓൾമോസ്റ്റ് മാർക്കുകൾ പോലും സ്റ്റിച്ചസ് തന്നെ കാണുകയില്ല, സ്റ്റിച്ചസ് എടുക്കാനും മാത്രമൊന്നും കാണില്ല. സ്കാർ വളരെ മിനിമൽ, ഒരു ചെറിയ ഒരു 1 സെന്റിമീറ്റർ 0.5 സെന്റിമീറ്റർ സ്കാറുകളെ ഉണ്ട്. അപ്പോൾ പേഷ്യന്റ് ഒരു 3 to 5 days ആണ് ആവറേജ്. ഒരു 5th day പോസ്റ്റ് ഓപ്പ് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം. ബിറ്റ്വീൻ 3 and 5 days ഡിപെൻഡിങ് ഓൺ ദി റിക്കവറി നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം. പേഷ്യന്റ് ലിക്വിഡ് ഡയറ്റ് ആണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഗ്രാജുവൽ ടോളറേറ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ സെമി സോളിഡ് ഡയറ്റിലേക്ക്. അപ്പോൾ ലിക്വിഡ് ഡയറ്റ് നമ്മൾ ഏകദേശം ഒരു 48 മണിക്കൂർ സർജറി കഴിഞ്ഞ് ഒരു 48 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ലിക്വിഡ് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിയുമ്പോൾ ഒരു 4 to 5 days കഴിയുമ്പോൾ ഗ്രാജുവലി ഒരു സെമി സോളിഡ് ഡയറ്റ് പേഷ്യന്റ് ടോളറൻസ് കൂടെ നോക്കി അസസ് ചെയ്തിട്ട് ഒരു സെമി സോളിഡ് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് ഒരു ഏതാനും ആഴ്ചകൾ കഴിയുമ്പോൾ പേഷ്യന്റ് നമ്മളൊരു എല്ലാം നന്നായിട്ട് അസസ് ചെയ്ത് കഴിഞ്ഞ് ഒരു സോളിഡ് ഡയറ്റിലേക്ക് തന്നെ മാറ്റാൻ കഴിയും, ഒരു നോർമൽ ഡയറ്റ്. പേഷ്യന്റ് ഒരു അറൗണ്ട് ഒരു 4 to 6 വീക്കിനുള്ളിൽ പേഷ്യന്റ് ഫുള്ളി നോർമൽ ലൈഫ്. എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എപ്പോൾ എനിക്ക് ഓടിക്കാൻ പറ്റും, എപ്പോൾ എനിക്ക് എക്സസൈസ് ചെയ്ത് തുടങ്ങാൻ പറ്റും. ഇതൊക്കെ ഒരു 4 to 6 വീക്സ് ഒക്കെ ആകുമ്പോഴേക്കും പേഷ്യന്റ് നോർമൽ ലൈഫിലേക്ക് എല്ലാ എക്സസൈസും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഒരു പക്ഷേ ഹെവി വെയിറ്റ്സ് ഒക്കെ വേണമെങ്കിൽ ഒരു 45 days 2 months ഒക്കെ കൊടുക്കാം. അത് പേഷ്യന്റ് ഇതനുസരിച്ചിട്ട് കുറച്ചുകൂടെ ഡിലേ ആക്കാം. ബാക്കി നമ്മൾ നോർമൽ ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെയായാലും ഒരു 4 weeks കഴിഞ്ഞാൽ തന്നെ ബേസ് ചെയ്യാൻ പറ്റും. ചില പേഷ്യൻസിന്റെ ഇടയിൽ നമ്മൾ വളരെ ധാരാളം വെയിറ്റ് ലോസ് അവരുടെ വളരെ വണ്ണം കൂടിയ ആൾക്കാരിൽ നമ്മൾ ചെയ്യുമ്പോൾ അവരുടെ വെയിറ്റ് ലോസ് സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. സിഗ്നിഫിക്കൻ്റ് എന്ന് പറയുന്നത് 40, 50, 60 കിലോ ഒക്കെ കുറയും. അപ്പം ഇവരുടെ സ്കിൻ തൂങ്ങാൻ തുടങ്ങും. അപ്പം ഇതിനെക്കുറിച്ച് എന്താണ് വിവേകിന് പറയാനുള്ളത്? ഈ സ്കിൻ സാഗ് ചെയ്ത് വരുന്നത് ഒരു കോമൺ ഇഷ്യൂ ആണ്. പക്ഷേ ലക്കിലി മെജോറിറ്റി ഓഫ് പേഷ്യൻസ് അത് തന്നെ റിസോൾവ് ചെയ്യാറുണ്ട്. കാരണം സ്കിന്നിന് ഇലാസ്റ്റിറ്റി ഉള്ളതുകൊണ്ട് അവർ ഇതൊരു ഗ്രാജുവൽ വെയിറ്റ് ലോസ് ആയതുകൊണ്ട് സ്കിന്നും അതനുസരിച്ച് അഡാപ്റ്റ് ചെയ്യും. അപ്പം ഒരു വിത്തിൻ ഒരു യൂഷ്വലി ഒരു 1 to 1.5 years ആകുമ്പോഴേക്കും വെയിറ്റ് ലോസ് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യുമ്പോഴേക്കും സ്കിന്നും അതനുസരിച്ച് മെജോറിറ്റി പേഷ്യൻസിന് റിസോൾവ് ചെയ്യും. പക്ഷേ കുറച്ചുകൂടി വളരെ അമിതമായ ഈ പറഞ്ഞ പോലെ ഒരു BMI വളരെ ഹൈ BMI 45, 50 അങ്ങനെ ആ റേഞ്ചിലൊക്കെ ഉള്ളവർക്കൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കുറച്ച് എക്സസൈസ്. എനിക്ക് തോന്നുന്നു വിവേക്, നമ്മുടെ എക്സ്പീരിയൻസിൽ നമ്മളിപ്പോൾ ഇവിടെ സിൽവർ ലൈനിൻ്റെ more than 500 സർജറീസ് പ്ലസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇന്ത്യൻ പേഷ്യൻസിന്റെ ഇടയിൽ അത്ര ഹൈ BMI നമ്മൾ കാണാറില്ല. നമ്മുടെ ഓൺ ആൻ ആവറേജ് നമ്മൾ ഒരു 35-40 BMI. അപ്പൊ അതില് അങ്ങനെ വലിയൊരു ഒരു സാഗിങ് വന്നില്ല. വേറെ നമ്മുടെ പുറം രാജ്യത്ത് നിന്ന് വന്ന പേഷ്യൻസിന്റെ ഇടയിൽ ചിലപ്പം അത് 60-70 അങ്ങനെയുള്ളവർക്കൊക്കെ അതെ ഈ സ്കിൻ ഇങ്ങനെ സാഗ് ചെയ്യാൻ സാധ്യതയുണ്ട്. കൂടുതലും ഈ അബ്ഡോമൻ വയറിലും തുടയുടെ ഭാഗത്തും കയ്യിലും ഒക്കെയാണ് സാഗിങ് വരുന്നത്. അപ്പോൾ അത് ഈ എൽഡർലി പേഷ്യൻസ് കുറച്ചുകൂടെ ഏജ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിനും വരാൻ സാധ്യതയുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈ കോസ്മെറ്റിക് ആയിട്ട് സ്കിൻ റിമൂവൽ സർജറി ഓപ്ഷൻ, സ്കിൻ കോണ്ടൂറിങ്, ബോഡി കോണ്ടൂറിങ് ആയിട്ടുള്ള സർജറി, പ്ലാസ്റ്റിക് സർജറി അങ്ങനെ ഓഫർ ചെയ്താൽ ചിലപ്പോൾ പല ഭാഗങ്ങളായിട്ട് ചെയ്യേണ്ടി വരും. ഒറ്റ സിറ്റിംഗ് തന്നെ ജനറൽ അനസ്തീഷ്യ ചെയ്യാവുന്നത്. അതും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു പ്രൊസീജിയറാണ്. പേഷ്യന്റ് നല്ല രീതിയിൽ നല്ല കോസ്മെറ്റിക് റിസൾട്ട്സ് ആണ് നമുക്ക്. നമ്മൾ വളരെ റെയർ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഫിനോമിനൻ, ഈ ബേരിയാട്രിക് സർജറി കഴിഞ്ഞ് ആദ്യം അവർ നല്ലൊരു 30%, 40% വെയിറ്റ് ലോസ് കിട്ടിയിട്ട് ഓവർ എ പീരീഡ് ഓഫ് ടൈം, ചിലപ്പോൾ ഒരു 4-5 വർഷം കഴിയുമ്പോൾ അവർ വെയിറ്റ് റീഗെയിൻ ചെയ്യാൻ സാധ്യതയുണ്ട്, നമ്മൾ കാണാറുണ്ട്. അപ്പം ഇത് വിവേകിൻ്റെ പ്രാക്ടീസിൽ എന്ത് കോമൺ ആണ്? ഹൗ ഓഫൻ ഡു യു സീ ദിസ്? താരതമ്യേന കുറവാണ് കാണുന്നത്. വെയിറ്റ് എങ്ങനെയാലും കുറച്ച് ഒരു ചെറിയ ശതമാനം വെയിറ്റ് റീഗെയിൻ ഉണ്ടാകും. പക്ഷെ ഒരു പഴയ രീതിയിലുള്ള വെയിറ്റ് റീഗെയിൻ സാധാരണ കാണാറില്ല.
അപ്പോൾ ഇത് തന്നെ ഒരു നമ്മൾ ഡയറ്റും എക്സസൈസും ഒക്കെ റെഗുലർ ഹെൽത്തി ലൈഫ് സ്റ്റൈലും അതിന് സർജറിക്ക് ശേഷം മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്ക് വളരെ കുറവാണ് നമ്മൾ കാണുക. ഈ ഡയറ്റ് അല്ല, എനിക്ക് തോന്നുന്നു വിവേക്, ഇപ്പൊ പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിൽ കൂടെ പോയത്, നമ്മൾ ചൂസ് ചെയ്യണ കാൻഡിഡേറ്റ്സ് പോലെ ഇരിക്കും, അവരുടെ മോട്ടിവേഷൻ പോലെ ഇരിക്കും. ആൻഡ് എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മുടെ ഓഡിയൻസിന് കൊടുക്കേണ്ട ഏറ്റവും വലിയ മെസ്സേജ് എന്ന് പറയുന്നത് ദാറ്റ് ഈ ശസ്ത്രക്രിയ സർട്ടൻലി അത് വേണം, അത് നല്ലൊരു കാര്യമാണ്, വെരി എഫക്റ്റീവാണ്. പക്ഷേ നമ്മൾ മാനസികമായിട്ടും നമുക്ക് അത് നമ്മൾ നമ്മൾ ഹെൽത്തി ആവണം, നമുക്ക് വെയിറ്റ് കുറയ്ക്കണം, നമ്മൾ സൂക്ഷിക്കണം. സർജറി ചെയ്തുകൊണ്ട് മാത്രം എന്തും ഏതും തിന്നാനുള്ള ലൈസൻസ് അല്ല നമ്മൾ കൊടുക്കണമെന്ന് അവർ മനസ്സിലാക്കണം. അവരും കുറച്ച് എഫേർട്ട് എടുക്കണമെന്നുള്ള ഒരു ഇത് മനസ്സിലാക്കാവുന്ന കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശസ്ത്രക്രിയ ഒരു വിജയമാവുള്ളൂ, സക്സസ് ആവുള്ളൂ. അല്ലേ? ഡോണ്ട് യു തിങ്ക്? അതെ, സർജറി കഴിഞ്ഞാൽ എല്ലാ പേഷ്യൻസും വെയിറ്റ് കുറയും, പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മോട്ടിവേഷൻ വേണം, ഒരു മെന്റൽ മേക്കപ്പ്, അതിനുള്ള മെന്റൽ മേക്കപ്പും വേണം അവർക്ക്. ആ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, വിഷയും ഇച്ഛാശക്തിയും ഉണ്ടാവണം. ഒരു ഡയറ്റും എക്സസൈസും റെഗുലറായിട്ട് ഒരു നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനുണ്ടെങ്കിൽ വെയിറ്റ് ലോസ് റീഗെയിൻ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് എന്നാൽ ചിലർക്ക് വളരെ ചുരുക്കം ചിലർക്ക് ഒന്നുകൂടായികയില്ല. അങ്ങനെയുള്ളവർക്ക് പിന്നെ നമുക്ക് റിവിഷൻ ബാരിയർ സർജറി എന്നുള്ള രീതിയിൽ ചെയ്യേണ്ടി വരും. ഇപ്പോൾ സ്ലീവാണ് ചെയ്തതെങ്കിൽ നമുക്കത് മിനി ഗാസ്ട്രിക് ബൈപ്പാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്ലീവ് തന്നെ നമുക്ക് റീഡൂ ചെയ്ത് സ്ലീവിൻ്റെ സൈസ് കുറച്ചുകൂടെ കുറയ്ക്കാം. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അത് പേഷ്യൻസിൻ്റെ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ അസസ് ചെയ്തിട്ടാണ് തീരുമാനിക്കുന്നത്. സോ വിവേക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ ദോ ഇനി അഥവാ ഈ ആ ഒരു റെയർ ആൾക്ക് റീഗെയിൻ ചെയ്താൽ കൂടെ നമുക്ക് ഇപ്പോൾ ഈ ഇതേപോലെ നമ്മളൊരു സ്ലീവ് ഗ്യാസ്ട്രക്ടമിയ ചെയ്തേക്കണമെങ്കിൽ നമുക്കത് റിവൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇന്ന് ഇവിടെ നമ്മൾ ബേറിയാട്രിക് സർജറിനെ കുറിച്ച് വളരെയധികം ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ നമുക്കുണ്ടായി. വിവേക്, താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ദിസ്.